പ്ലേ ഓഫ് സാധ്യത വിദൂരതയിലാണെങ്കിലും നേരിയ പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിനിറങ്ങും. ഗുജറാത്തിനെ തോൽപ്പിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോയിന്റ് 14ലേക്കാണ് എത്തുക. 16 പോയിന്റ് നേടാൻ സാധ്യതയുള്ള മറ്റ് ടീമുകൾ ഉണ്ട്. ഇതിനാൽ ജയത്തോടെ സീസൺ അവസാനിപ്പിക്കുക എന്നതായിരിക്കും ചെന്നൈയുടെ ലക്ഷ്യം. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഗുജറാത്തിനെതിരെ തിളങ്ങില്ലെന്ന് പറയുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം മാർക്ക് ബൗച്ചർ. ഷോർട്ട് പിച്ച് പന്തുകളിലൂടെ റബാഡയും മുഹമ്മദ് സിറാജും ചേർന്ന് സഞ്ജുവിനെ കെണിയിൽ വീഴ്ത്തും എന്നാണ് ബൗച്ചറിന്റെ വിലയിരുത്തൽ. ബൗച്ചറിന്റെ വാക്കുകൾ ഇങ്ങനെ: മികച്ച നിലവാരമുള്ള ഫാസ്റ്റ് ബോളിംഗിന്റെ 6 ഓവറുകളെ സഞ്ജു നേരിടേണ്ടി വരും. കാര്യങ്ങൾ ഗുജറാത്തിന് അനുകൂലമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ റബാഡയോ അല്ലെങ്കിൽ സിറാജോ മുഖം ലക്ഷ്യം വെച്ച് 1-2 ബൗൺസറുകൾ എറിഞ്ഞേക്കാം. അതിനുശേഷം ഒരുപക്ഷെ സഞ്ജു സാംസൺ ബാക്ക് ഫൂട്ടിൽ കളിക്കാൻ ശ്രമിക്കുമ്പോൾ പന്തിന്റെ ചെറിയൊരു ചലനത്തിൽ എഡ്ജായി പുറത്തായേക്കാം. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ മികച്ച രീതിയിൽ കളിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഗുജറാത്ത് ടൈറ്റൻസിന് കാര്യങ്ങൾ അനുകൂലമാകാൻ കാരണം അഹമ്മദാബാദ് പിച്ചിൽ ആ 2 ബൗളർമാരും വളരെ നന്നായി പന്തെറിഞ്ഞിട്ടുണ്ട്. അവർക്ക് പിച്ചിൽ നിന്നും പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ഫാസ്റ്റ് ബോളർമാരെ നേരിടുക കഠിനമായിരിക്കും. സഞ്ജു സാംസൺ ക്രീസിലേക്ക് വരുമ്പോൾ ഞാൻ തീയെ തീ കൊണ്ട് തന്നെ നേരിടും എന്ന് സ്വയം പറഞ്ഞേക്കാം. സഞ്ജു 1-2 തവണ ഷോർട്ട് ബോളുകളിൽ പുറത്തായിട്ടുമുണ്ട്. അതുകൊണ്ട് ആ തന്ത്രം തീർച്ചയായും ഉപയോഗിക്കാൻ സാധ്യതയുള്ള 2 ബോളർമാരെയാണ് സഞ്ജു നേരിടാൻ പോകുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ചെന്നൈ സൂപ്പർ കിങ്സിന് ഒപ്പമുള്ള തന്റെ കന്നി സീസണിൽ 13 മത്സരങ്ങളിൽ നിന്നും 477 റൺസാണ് സഞ്ജു സ്കോർ ചെയ്തത്. ഇതിൽ 2 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. 166 എന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന സഞ്ജുവിന്റെ ഉയർന്ന സ്കോർ 115 റൺസ്. 47 ബാറ്റിംഗ് ശരാശരി. ഷോർട്ട് പിച്ച് ബോളുകളിലൂടെ ഫാസ്റ്റ് ബോളർമാർ ഒരുക്കുന്ന കെണികൾ പലവട്ടം സഞ്ജു മറികടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാകും ഇന്നത്തെ മത്സരത്തിലും എന്നാണ് ചെന്നൈ ആരാധകരുടെ പ്രതീക്ഷ.